മിഷൻ വണ്ടർല ലോഡി. ഹലോ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് വണ്ടർലയിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ മാസം കുറേ ആൾക്കാർ, നമ്മുടെ ഗ്രൂപ്പിലെ കുറേ ആൾക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ അത് പ്രമാണിച്ച് നമ്മളെല്ലാവരും കൂടി വണ്ടർലയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നൊരു ദിവസം മൊത്തം നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം. നമ്മളെല്ലാവരും അവിടെ ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അത്യാവശ്യം നമുക്ക് സമയമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കയറുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷമായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിഷൻ വണ്ടർല ലോഡി. നമ്മളെല്ലാരും ഓടാൻ വേണ്ടി റെഡി ആയിരിക്കായിരുന്നു. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റോളർ കോസ്റ്റർ ആയിരുന്നു. ഓടിയിട്ട് നമ്മൾ റോളർ കോസ്റ്റർ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ റൈഡും കിട്ടും. അതെന്ത് കണക്കിനും നന്നായി. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം നമ്മൾ എല്ലാ റൈഡിലും നമുക്ക് കയറാൻ പറ്റി, അധികം തിരക്കുകളൊന്നും ഇല്ലാതെ. അവരൊക്കെ അങ്ങോട്ടൊക്കെ ഓടിയത്, നമ്മളെ ഓടിയുള്ളൂ. അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോപ്രോ വെക്കണമെന്നൊക്കെ. പക്ഷേ നമ്മൾ പറഞ്ഞു ഓക്കെ എന്നാൽ വെച്ചേക്കേന്ന്. അങ്ങനെ നമുക്ക് കിട്ടിയൊരു വീഡിയോ ആണിത്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ആദ്യം കയറിയ റൈഡാണ് റോളർ കോസ്റ്റർ. അപ്പം നമ്മൾക്ക് അത്രയും അടിപൊളിയായിരുന്നു. നമ്മളെന്താ പറയുക, അത്രയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ ഒരു റൈഡ്. സത്യം പറഞ്ഞാൽ ഒരു റൈഡ് കയറുന്നതിൻ്റെ മുന്നേ ഞാൻ അത്ര എക്സൈറ്റഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു റൈഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വൈബ് അങ്ങ് വന്നു. അതിനുശേഷം നമ്മൾ കയറുന്ന ഓരോ റൈഡും ഓടി ഓടി കയറുകയായിരുന്നു. നമുക്ക് അത്രയും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൽ ഓരോന്നിലും കയറാൻ വേണ്ടിയിട്ട്. ഒട്ടും ടയേർഡൊന്നും ആയിരുന്നില്ല, ഓടിച്ചാടി എല്ലാത്തിലും കയറലായിരുന്നു. പിന്നെ മിഷൻ ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് അകത്തുനിന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോൺ താഴെ പോവോ അങ്ങനത്തെ ഇതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് ലാൻഡ് റൈഡ്സിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. കാരണം നമുക്ക് അതിനുശേഷം വേണം വാട്ടർ റൈഡ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനു മുന്നേ നമ്മൾ ഒരുവിധം എല്ലാ ലാൻഡ് റൈഡ്സും തീർക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറ്റായതിനു ശേഷം വീണ്ടും ലാൻഡ് റൈഡിലേക്ക് കയറുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും അലൗഡ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം എല്ലാ ലാൻഡ് റൈഡും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയല്ല, പക്ഷേ നമ്മളെ കൂടുതൽ ചിലവർക്കൊക്കെ ഇത് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരുടെ മോട്ടിവേഷൻ കാരണം എല്ലാവരും എല്ലാ റൈഡ്സിലും കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം അതിനുശേഷമാണ് നമുക്ക് വാട്ടർ റൈഡ്സ് ഒക്കെ ഉള്ളത്. ഹൈദരാബാദ് ബിരിയാണി ഇവിടെ വന്ന് കഴിച്ചതേ ഉള്ളൂ. കത്തി പൈസയാണ്, പക്ഷെ ഫുഡ് നല്ല രസമുണ്ട്. ഒരു ബിരിയാണിക്ക് 450 രൂപ. എന്തായാലും നമ്മൾ വാങ്ങി കഴിച്ചു. ഫുഡ് എവിടെ എത്തിയേ? എല്ലാവർക്കും ഇവിടെ എത്തിയിട്ട് പറഞ്ഞിട്ട് പണ്ട് തൊട്ടേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വാട്ടർ റൈഡ്സ് ആണ്. അപ്പം ഞാനിങ്ങനെ പോയരം തൊട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോഴാണ് വാട്ടർ റൈഡ് വരികയെന്ന്. കാരണം ലാൻഡ് റൈഡ്സ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്യുന്നത് ഈ വാട്ടർ ആയിട്ടുള്ള റൈഡ്സ് ഒക്കെയാണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൈഡ് കയറുമ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ ലൈൻ നിൽക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട് കേൾക്കുമ്പം എല്ലാവർക്കും പുറത്തുള്ളവർക്ക് പേടിയാവും. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ എത്രത്തോളം പേടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം സിംഗിൾ റൈഡ്സ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കയറി ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് പുറത്തുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്.
നമ്മളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ളതായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് മത്സരമൊക്കെ വെക്കുകയും അതുപോലെ തന്നെ ഫസ്റ്റ് ആര് വരും സെക്കൻഡ് ആര് വരും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള മൊമെന്റ്സ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേ എന്ന് പറയുന്നത് ഫുൾ നമ്മൾ ടോട്ടലി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതായിരുന്നു. ഒരുവിധ റൈഡെല്ലാം കയറി നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് പോകണം നമ്മളിപ്പോൾ ഇറങ്ങി കുറച്ച് നേരത്തെ. നോർമലി ഒരു 7 വരെ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി അവരുടെ അടിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധെല്ലാം നമുക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ റൈഡിലെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ആയിരുന്നു ദിവസം. അപ്പോൾ നമ്മൾ ഈ വണ്ടർലയിൽ നിന്ന് ബൈ ബൈ.